അവരുടെ യാത്ര കുറേ ദിവസങ്ങൾ കൂടി തുടർന്നു. അങ്ങനെ അവർ അവസാനം സീനായ് മലയുടെ താഴ്വാരത്തിലെത്തി. നിൽക്കൂ, എല്ലാവരും നിൽക്കൂ. നമുക്കിവിടെ കുറച്ച് ദിവസത്തേക്ക് തങ്ങാം. നമ്മൾ എവിടെ എത്തി മോശെ? നീ ആ മല കാണുന്നില്ലേ? അതിൻ്റെ പേരാണ് സീനായി മല. ഇവിടെ വെച്ചാണ് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. മോശെ, നീ മലയിലേക്ക് കയറുന്നുണ്ടോ? അതെ, ഞാൻ കയറാൻ പോകുന്നു. തനിച്ചോ? പക്ഷേ യജമാനനെ ജോഷ്വ, എൻ്റെ പടനായക. യജമാനനെ, അങ്ങ് മല കയറുകയാണെങ്കിൽ ഞാനും കൂടി അങ്ങയുടെ കൂടെ വരട്ടെ? പക്ഷേ അത് കുഴപ്പമില്ല യജമാനനെ. ഞാൻ അങ്ങയുടെ പടനായകനല്ലേ. അങ്ങ് പോകുന്നിടത്തൊക്കെ ഞാനും കൂടെ വരേണ്ടതല്ലയോ? ശരിയാണ്, നീ എൻ്റെ കൂടെ വന്നോളൂ. അഹറോനെ, ഞാൻ കുറച്ച് ദിവസത്തേക്കുണ്ടാവില്ല. ആളുകളോട് ക്ഷമയോടെ എന്നെ കാത്തിരിക്കാൻ പറയണം. ആളുകൾ മലയടിവാരത്തിൽ തമ്പടിച്ചു. മോശയും ജോഷുവയും കൂടി മല കയറി. അവർ കുറേ നേരം നടന്നു. ജോഷ്വ, ഇനി ഇവിടെ നിന്ന് ഞാൻ തനിച്ചു പൊക്കോളാം. അത് സാരമില്ല യജമാനനെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു കട്ടിയായ മേഘത്തിലേക്ക് മോശ കയറി. അയാൾ 40 പകലും 40 രാത്രിയും ദൈവത്തിനായി കാത്തിരുന്നു. അതിനിടെ അടിവാരത്തിലെ ജനങ്ങൾ അക്ഷമരായി. അവർ വഴക്കടിച്ചു തുടങ്ങി. ഒരു ദിവസം അവർ അഹറോന്റെ അടുത്തെത്തി. അയാൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, ഒരിക്കലും. അയാൾ നമ്മളെ ഉപേക്ഷിച്ച് പോയതാ. എത്ര നാളായി ഇപ്പം? മോശ തിരിച്ചു വരും. മോശ തിരിച്ചു വന്നിരിക്കും. അദ്ദേഹത്തെ വിശ്വസിക്കൂ. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇപ്പോൾ എത്ര ദിവസമായി? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കണം. എന്ത്? ഈജിപ്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് ശരിക്കൊരു ദൈവം വേണം. ഞങ്ങൾക്ക് കാണാനും തൊടാനും പറ്റിയൊരു ദൈവം. ഇല്ല, എനിക്കത് ചെയ്യാനാവില്ല. നിനക്കൊരെണ്ണം ഉണ്ടാക്കാനായില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിന്നെയും ഞങ്ങൾ കൊല്ലും. നിന്റെ ഭർത്താവിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും മരിക്കും. എന്റെ പ്രിയനെ, നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം അഹറോന് കൊടുക്കൂ, നിങ്ങളുടെ വെള്ളികളും. അഹറോൻ ശരിക്കുള്ള ഒരു ദൈവത്തെ നമുക്കുണ്ടാക്കി തരും, സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടി. ഇസ്രായേൽ മക്കളുടെ ആവശ്യപ്രകാരം സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അഹറോൻ നിർബന്ധിതനായി. അഹറോൻ കുറേ നേരം ശ്രമിച്ചു. അത് തയ്യാറായി കഴിഞ്ഞപ്പോൾ അത് ആളുകൾക്ക് കൊടുത്തു. ഇതാ നോക്കൂ, ഇതാ സ്വർണത്തിലുണ്ടാക്കിയ നിങ്ങളുടെ ദൈവം. ഇതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇതല്ലേ? മാറി നിൽക്കടോ. ഇതാണ് നമ്മുടെ ദൈവം. നമുക്ക് ആഘോഷിക്കാം, നമുക്ക് നൃത്തം ചെയ്യാം സുഹൃത്തുക്കളെ. എന്നോട് ക്ഷമിക്കൂ മോശേ. അങ്ങനെ 40 പകലും 40 രാത്രികൾക്കും ശേഷം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മോശേ, മോശേ, ദൈവമേ, ജീവിക്കുവാനുള്ള നിയമങ്ങൾ ഞാൻ നിനക്ക് 10 കൽപ്പനകൾ തരുന്നു. അത് ഓർക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നീ മറ്റു ദേവന്മാരെ ആരാധിക്കരുത്. നീ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നീ സാബത്ത് പരിശുദ്ധമായി ആചരിക്കണം. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. നീ കൊല്ലരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. നീ മോഷ്ടിക്കരുത്. നീ കള്ളസാക്ഷ്യം ചെയ്യരുത്. മറ്റുള്ളവരുടെ വസ്തുക്കൾ നീ ആഗ്രഹിക്കരുത്. നന്ദി ദൈവമേ, നന്ദി. യജമാനനെ. ജോഷ്വ, വരൂ ജോഷ്വ, നമുക്ക് മടങ്ങാറായി. എന്താണ് ആ ശബ്ദം? എനിക്ക്
എനിക്ക് തോന്നുന്നത് എന്തോ ആഘോഷത്തിന്റെ ശബ്ദമാണെന്നാണ്. ആഘോഷമോ? അതാ മോശ. അതിനെന്താ? നമുക്ക് അയാളെ ഇനി ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സുന്ദരമായ സ്വർണത്തിൽ തീർത്ത ദൈവമുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത്? അടിമകളായിരുന്ന നിങ്ങളെ സ്വതന്ത്രരാക്കി, എന്നിട്ടും നിങ്ങൾ അവനെ അവിശ്വസിച്ചു. നിങ്ങൾ ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഇത് നോക്കൂ, അവൻ അവന്റെ കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്റെ പക്കലേക്ക് വരൂ. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നമുക്ക് നമ്മുടെ ദൈവമുണ്ട്. തിരിച്ചു വരൂ. അയാൾക്ക് ഈജിപ്തിലെ ഫറവോയെ പോലെ ആകാനാണ് താല്പര്യം. അയാൾക്ക് നമ്മളെ ഭരിക്കണം പോലും. നിർത്തൂ. കർത്താവിന്റെ ന്യായവിധി എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ. മോശ ഫലകങ്ങൾ താഴെ എറിഞ്ഞപ്പോൾ ദൈവം വിഗ്രഹാരാധന നടത്തി എല്ലാവരെയും ശിക്ഷിച്ചു. കർത്താവേ, അവരോട് ക്ഷമിക്കൂ. അവർ ചെയ്ത തെറ്റിന് അവർ ദുഃഖിക്കുന്നു. നിനക്കിപ്പോഴും അനിശമുണ്ടെങ്കിൽ എന്നെ ആദ്യം ശിക്ഷിക്കൂ. നന്ദി കർത്താവേ, നന്ദി. മോശ തിരിച്ചു മലയിലേക്ക് നടന്നു. ദൈവം മോശയോട് ക്ഷമിച്ചു. മറ്റൊരു ജോഡി ഫലകങ്ങൾ കൊടുത്തു. പക്ഷേ ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം കാരണം അവർ മരുഭൂമിയിലൂടെ 40 വർഷം അലയേണ്ടി വന്നു. വിശ്വാസമില്ലായിരുന്നു ആ തലമുറ നശിക്കുന്നതുവരെ. അങ്ങനെ അവസാനം അവർ ജോർദാൻ നദിക്കരയിലെത്തി. മോശേ, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമിയാണിത്. അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു. പക്ഷേ നീ ആ ഭൂമിയിൽ നടക്കില്ല. നീ നയിച്ച നിന്റെ ആൾക്കാർ നടക്കും. നന്ദി കർത്താവേ. യജമാനനെ, ജോഷുവ, ഇവിടെ വരൂ. എന്തിനാണ് എന്നെ വിളിച്ചത് യജമാനനെ? ജോഷുവ, നീ അവിടേക്ക് നോക്കൂ. ആ നദിയുടെ മറുകര നീ കാണുന്നുണ്ടോ? യജമാനനെ, അതാണോ വാഗ്ദത്ത ഭൂമി? അതെ ജോഷുവ, അതാണ് വാഗ്ദത്ത ഭൂമി. ഏയ്, നമ്മളെത്തിയല്ലോ യജമാനനെ. എനിക്കറിയാമായിരുന്നു ഞങ്ങളെ അവിടേക്ക് അങ്ങ് നയിക്കുമെന്ന്. ഞങ്ങൾ ഒരു നിമിഷം പോലും സംശയിച്ചിട്ടില്ല യജമാനനെ. നന്ദി. പിന്നെന്തിനാണ് കാത്തിരിക്കുന്നത്? നമുക്ക് നമ്മുടെ ആൾക്കാരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാം. ഈ വാർത്ത കേൾക്കുമ്പോൾ അവർ മതിമറക്കും. വരൂ, ഞങ്ങളെ നയിക്കൂ യജമാനനെ. ഇല്ല ജോഷുവ, നീ അവരെ നയിക്കണം. എന്ത്? പക്ഷേ എന്തിന്? കർത്താവ് എന്നോട് സംസാരിച്ചു. എന്റെ സമയമായി ജോഷുവ. അദ്ദേഹം പറഞ്ഞു, വാഗ്ദത്ത ഭൂമി കാണാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. അവിടെ പ്രവേശിക്കുവാനാവില്ല. നീ ആയിരിക്കണം അവരെ അവിടേക്ക് നയിക്കേണ്ടത്. പക്ഷേ യജമാനനെ, നീ മറക്കരുത്, ദൈവമാണ് ഈ വാഗ്ദത്ത ഭൂമി നിനക്ക് തന്നത്. ദൈവവുമായുള്ള ഉടമ്പടി കാത്തു സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കും. ശരി, ഇനി നീ ചെന്ന് ഈ നല്ല വാർത്ത എല്ലാവരെയും അറിയിക്കൂ. ശരി യജമാനനെ. ഫാദർ, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് ലൂസി? മോശയുടെ മരണശേഷം അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയോ ഫാദർ? ആ, അവരെത്തി. കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷം. അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം. ജോഷുവയുടെ യുദ്ധം.